ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. പഴയ പവർ ടീമിന്റെ ഭാഗത്ത് നിന്നും ഒന്നാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ഗബ്രി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. നോറേക്കാൾ വലിച്ചു നീട്ടിയാണ് ഗബ്രി സംസാരിച്ചത്. പക്ഷെ ഗബ്രിയുടെ ടീമിനെ ആർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പഴംവിഴുങ്ങികളാണ് 3 പേരും ഉള്ളത്. പവർ ടീമിന്റെ ഈ 5 ആഴ്ചത്തെ ചരിത്രം മൊത്തം ഗബ്രി വിളമ്പി. അതില് സ്വാഭാവികമായിട്ടും അർജുനെയും രശ്മിനെയും ഒക്കെ പൊക്കി അടിച്ചു. അവരിറക്കിയ മണ്ടൻ നിയമങ്ങളെ എല്ലാം വലിയ സംഭവമായിട്ട് പറഞ്ഞു. പിന്നെ അപ്സരേനെയും വലിയ സംഭവമായിട്ട് പറഞ്ഞു. അപ്സരയുടെ ഒരു ചിരി കാണണമായിരുന്നു, ഈ ഫേക്ക് ചിരി, അടിപൊളി. പിന്നെ ഗബ്രിയിൽ നിന്ന് നമ്മൾ അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് കഴിഞ്ഞാണ് അടുത്ത ടീമായിട്ടുള്ള പുതിയ ടണൽ ടീം, നമ്മുടെ സിബിന്റെ ഒക്കെ ടീം. അവര് നല്ല രീതിയിൽ സംസാരിച്ചു, എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു. എല്ലാവർക്കും ആളാം പ്രതി സ്പേസ് കൊടുത്തു എന്ന് മാത്രമല്ല, സിബിനും അൻസിബയും ഇവൻ ജാസ്മിൻ പോലും കിടിലിനായിട്ട് സംസാരിച്ചു. ശ്രീതു, ശ്രീരേഖ എല്ലാവരും കിടിലിനായിരുന്നു കൂട്ടത്തില്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ക്യാമ്പയിനിങ് ആണ് സിബിൻ പിന്നെ സായി. എല്ലാവരിൽ നിന്നും സായിയുടേത് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരുന്നു. നഗ്നമായ സത്യമാണ് പറഞ്ഞത്. തിന്നും കുടിച്ചും അതിൻ്റെ അകത്ത് കഴിയും എന്നാണ് പറഞ്ഞത്. അത്രയും ഓണസ്റ്റ് ആയിട്ട് ഇവിടെ ആരും പറയുന്നത് ഞാൻ കേട്ടില്ല. അവനെ കിട്ടിയ കുറഞ്ഞ സ്പേസിൽ സായി ഒരൊറ്റ പോയിന്റ് എടുത്ത് വീശി. എല്ലാവരും അവിടെ ചിരിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ സിബിനാണെങ്കിൽ പുറത്തുനിന്ന് ഇവരുടെ ക്രൂരതകൾ കണ്ടിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു. ആ പോയിന്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറുക്കി കൊള്ളുന്ന പോയിന്റ് ആയിരുന്നു. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സിബിനെയാണ് പുതിയ പവർ ടീം മെമ്പറായിട്ട് ഇപ്പോഴത്തെ പവർ ടീം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ പുതിയ പവർ ടീമില് സിബിൻ എന്തൊക്കെ പുതിയതായിട്ട് ചെയ്യുമെന്ന് കാണാൻ കട്ട വെയിറ്റിംഗ് ആണ്. കാരണം വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ് സിബിന്. കുറെ പേരെ തട്ട കയറ്റാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നിർത്തിപ്പൊരിക്കും, മസാല തേച്ച് പൊരിക്കും സിബിൻ. പിന്നെ അതേപോലെ ശരണ്യ, പുള്ളിക്കാരി ഈ ഒരാഴ്ച നല്ലപോലെ കയറി വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് യൂസ് ചെയ്താലുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. യൂസ് ചെയ്യാതെ ഇതിൻ്റെ അകത്ത് പഴമായിട്ടിരുന്നാൽ ഒരു കാര്യമില്ല. ഋഷിയും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്താൽ കയറി വരും. പൂജയും ജാനുവും പിന്നെ പൊളിച്ചെടുക്കും, ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പൂജ കുറെ ഓവർ പവർ ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സിബിൻ കൂടെ ഉള്ളതുകൊണ്ട് കുറെ എന്താ പറയാ പവർ ടീം കോൺഫ്ലിക്റ്റുകൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം ചിലപ്പോൾ. പിന്നെ ജാനു ഉണ്ട്, ജാനുവാണ് മെയിൻ. ജാനുവിന്റെയും കുറെ കോൺഫ്ലിക്റ്റുകൾ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. മരിക്കാൻ ഭയങ്കര പാടായിരിക്കും. കണ്ടു തന്നെ അറിയാം ഈ പവർ ടീം എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന്. ഒരു അടിപൊളി പവർ ടീമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.